നൈട്രജൻ ഉണ്ട്, എയർ ഉണ്ട്. ഇതിൽ നൈട്രജൻ ആണ് എപ്പോഴും ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓൾവേസ് നൈട്രജൻ ഈസ് ദ ബെസ്റ്റ്. സി നൈട്രജൻ ഫില്ല് ചെയ്യുന്നുണ്ട് നമ്മൾ ലൈറ്റ് ആയിട്ടാണോ? ഐ മീൻ ഫ്യൂ റീസൺസ് ഫോർ നൈട്രജൻ. നൈട്രജൻ ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളൊരു ബലൂണിനകത്ത് നൈട്രജൻ നിറച്ച് വെച്ചു, വേറൊരു ബലൂണിനകത്ത് എയർ നിറച്ച് വെച്ചു. രണ്ടും നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഇവിടെ വെച്ച് പോയി. നാളെ വന്ന് നോക്കുമ്പോൾ നൈട്രജൻ നിറച്ച ബലൂൺ അതേപോലെ തന്നെ ഇരിപ്പുണ്ടാവും, എയർ നിറച്ച ബലൂൺ ചുങ്ങിയിരിപ്പുണ്ടാവും. അത് ഈ റബ്ബർ കൊണ്ട് തന്നെയാണ് ബലൂൺ ഉണ്ടാക്കുന്നത്, റബ്ബർ കൊണ്ട് തന്നെയാണ് ടയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടയറിൻ്റെ ഈ റബ്ബറിനകത്ത് ചെറിയ ചെറിയ പോറസ് ഉണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ടൈറ്റാക്കി വെച്ചാലും ദർ ഈസ് എ നോർമൽ ലീക്കേജ്. ദാറ്റ്സ് എ റേറ്റ് ഓഫ് ഡീഫ്ലേഷൻ. ദ റേറ്റ് ഓഫ് ഡീഫ്ലേഷൻ ഓഫ് നൈട്രജൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോവർ ദാൻ നോർമൽ എയർ. ദാറ്റ് മീൻസ് നമുക്ക് നൈട്രജൻ ഒരു ആണെങ്കിൽ 1 in 3 months എയർ പ്രഷർ ചെക്ക് ചെയ്താൽ മതിയെങ്കിൽ, നോർമൽ എയർ ആണെങ്കിൽ എവറി 1.5 months 2 months ചെക്ക് ചെയ്യണം. സോ ദാറ്റ്സ് എ വൺ അഡ്വാൻറ്റേജ്. ഇത് മിക്സ് ചെയ്തടിച്ച പ്രശ്നമുണ്ടോ? ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ ഇസ് ഫൈൻ. മിക്സ് ചെയ്തടിച്ച പ്രശ്നമുണ്ടോ? അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുന്നത് 78% നൈട്രജൻ ആണ്. നമ്മളിതിനെ പ്യുവർ ഫോമിലോട്ട് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. 78% നൈട്രജൻ ആയതുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നൈട്രജൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് മിസ്സാവുമെന്ന് മാത്രം. അല്ലാണ്ട് നൈട്രജൻ എയർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ ബേസ്റ്റ് ആവുക അല്ലെങ്കിൽ പ്രശ്നമുണ്ടോന്നുമില്ല. പിന്നെ ഇപ്പോൾ എല്ലായിടത്തും നൈട്രജൻ ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 90-95% ഓഫ് ദ സ്റ്റോഴ്സ്. ഐ മീൻ ഐ ഡോണ്ട് ഹാവ് നോർമൽ എയർ പമ്പൊന്നുമില്ല ഇപ്പോൾ, നൈട്രജൻ മാത്രമേ ഉള്ളൂ. മിക്കവാറും സ്റ്റോറുകളിലൊക്കെ നൈട്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നൈട്രജൻ മിക്സ് ചെയ്തടിച്ചുകൊണ്ട് കുഴപ്പമില്ല. തേർഡ് പോയിൻറ്റ് വൈ വി ഷുഡ് യൂസ് നൈട്രജൻ എന്ന് പറയുന്നത്, നൈട്രജൻ ഈസ് എൻ ഇനേർട്ട് ഗ്യാസ്. നൈട്രജൻ ചൂടാവില്ല. അപ്പോൾ നമ്മളിവിടുന്ന് ബാംഗ്ലൂരല്ല, ഒരു പൂനെ വരെയൊക്കെ ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരെണ്ണത്തിൽ നൈട്രജൻ ഫില്ല് ചെയ്ത് ഒരെണ്ണത്തിൽ നോർമൽ എയർ ഫില്ല് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ, പൂനെ ചെന്നിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ഹാവ് ഡിവൈസ് ടു ചെക്ക് ദ ടെമ്പറേച്ചർ, ദർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. നൈട്രജൻ നിറച്ച ടയർ കമ്പാരിറ്റീവ്ലി ചൂട് കൂടാതെ കുറഞ്ഞ. ഓക്കെ, നൗ ദാറ്റ് ഈസ് ബിക്കോസ് ചൂട് കൂടുമ്പോൾ റബ്ബർ പെട്ടെന്ന് തീയും. ഓക്കെ, സോ നൈട്രജൻ ടയറിൻ്റെ വേറെ കൂടും. അപ്പോൾ സോ നൈട്രജൻ നിറച്ച ടയറുകൾക്ക് 10-15% ടയർ ലൈഫ് കൂടുതൽ കിട്ടും. നൈട്രജൻ നിറച്ച ടയറുകൾക്ക് എയർ പ്രഷർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദർ ഇസ് എ തേർഡ് റീസൺ ഫോർ ഫില്ലിംഗ് നൈട്രജൻ ഇസ്, നോർമൽ എയറിൽ എന്തുണ്ടാവും? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും. സോ ദിസ് ക്രിയേറ്റ്സ് എ മോയ്സ്ചർ അല്ലേ? ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ഇത് അലോയ് വീൽസ് അല്ലാത്ത നോർമൽ സ്റ്റീൽ റിംസ് ആയിട്ടിട്ട് ഓടിക്കുന്ന വണ്ടികളില്ലേ, അതിൽ ക്യാൻ ലീഡ് ടു റസ്റ്റിംഗ്. മറ്റേ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇപ്പോൾ നൈട്രജൻ ഇസ് ഫ്രീ ആണ്, അതാരും ചാർജ് ചെയ്യാറൊന്നുമില്ല. സോ നത്തിങ് റോങ് വിത്ത് ഫ്രീ നൈട്രജൻ ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഇപ്പം ചേട്ടൻ ആദ്യം പറഞ്ഞ ടയറിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിലെന്തൊക്കെയാണ് ബേസിക്കലി ഒരാൾ ഒരു ടയർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? നോയിസ്, ഗ്രിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചെന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ പറയും, എല്ലാവരും സംബന്ധിച്ചും അതായിരിക്കണം. ഏറ്റവും നല്ല ടയർ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഷോർട്ടസ്റ്റ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ടയറാണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. ഐ മീൻ മൈ പ്രയോറിറ്റി, ആൻഡ് ഐ ഹോപ്പ് ആൻഡ് ഐ വിഷ് ദാറ്റ് ഷുഡ് ബി ദ പ്രയോറിറ്റി ഓഫ് എവറി ഇൻഡിവിജ്വൽ. കാർസിന് യൂസ് ചെയ്യുന്ന ടയർ റേഡിയൽ ടയേഴ്സ് അല്ലേ യൂസ് ചെയ്യുന്നത്? അതിൽ ഏറ്റവും ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറവുള്ള യൂസ് ചെയ്യുക. ബിക്കോസ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ് അല്ലേ? സേഫ്റ്റി അല്ലേ ഏറ്റവും കൂടുതൽ. ചവിട്ടിയാൽ നിൽക്കണം, പിടിച്ചേക്കട്ടിൽ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ് ഇഫ് ദേ വർ ഡ്രൈവിംഗ് ഓൺ എ ഗുഡ് സെറ്റ് ഓഫ് ടയർസ്. ആൾക്കാർ പറയുന്ന ഒരുത്തനും വട്ടം ചാടി പിടിച്ചപ്പോൾ കിട്ടിയില്ല, ചവിട്ടിയിട്ട് കിട്ടി. അവർക്കൊന്നും മനസ്സിലാവാത്ത, അവർ പറയുന്നത് ആ ഡിസ്റ്റൻസ് ഒരു പക്ഷേ ചവിട്ടിയാൽ കിട്ടുന്നതിലും ആയിരുന്നുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്, കുറവായതോ. അതല്ല റീസൺ, അതും ഒരു റീസൺ ആയിരിക്കാം. പക്ഷേ സ്റ്റിൽ ദർ കുഡ് ബി അനദർ റീസൺ, ദാറ്റ് ഈസ് നല്ല സെറ്റ് ഓഫ് ടയേഴ്സ് യൂസ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരു 10 millimeter ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു 10 centimeter ഡിഫറൻസിൽ നിൽക്കുന്നതും തമ്മിൽ ദർ ഇസ് എ ഡിഫറൻസ് അല്ലേ? അത് ചിലപ്പോൾ അകത്തിരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഒരു പെഡസ്ട്രിയൻ ആയിരിക്കും, ഒരു ബൈക്കിൽ പോകുന്ന ആളായിരിക്കും. ആ 10 centimeter ഡിഫറൻസ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ഒരാളുടെ ലൈഫ് പോകാം അല്ലേ? സോ എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ല ടയർ ഇസ് എ ടയർ വിത്ത് ദ ലീസ്റ്റ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ വരുന്നവർക്ക് ഇത് ചോദിച്ചിട്ടല്ല, ആരും എൻ്റെ സ്റ്റോറിൽ വന്നിട്ട് ഒരു പക്ഷേ ഷോർട്ടസ്റ്റ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ടയർ ലൈഫിൽ ചോദിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സേഫ്റ്റി വേണമെന്ന് പറയും, പക്ഷേ എല്ലാവരുടെയും സേഫ്റ്റിയുടെ അർത്ഥം ഇതാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഐ യൂസ് ടു എക്സ്പ്ലെയിൻ ദിസ് ഇസ് വാട്ട് യു ഷുഡ് ബി ലുക്കിംഗ് ഫോർ ഇൻ എ ടയർ. ഡ്യൂറബിലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും വേണം, നമുക്ക് എല്ലാവർക്കും ആവശ്യം ടയർ. പക്ഷേ അതിന് എൻ്റെ അടുത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഷോർട്ടസ്റ്റ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. Number 2 is durability. 3 is price. Price is a factor. ഇപ്പം കണ്ടിട്ടില്ല, കഴിഞ്ഞൊരു 5 വർഷമായിട്ടുള്ള ഞാൻ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുള്ള ഒരു
വിച്ച് ഈസ് ഞാൻ പറഞ്ഞു കൊടുക്കാതെ തന്നെ ആൾക്കാർ സ്റ്റോറിൽ വന്ന് ചോദിക്കുന്നതാണ്. നോയ്സ് ഇല്ലാത്ത ഏറ്റവും കുറവ് ടയർ നോയ്സ് ഉള്ള ടയർ വേണമെന്ന് പറഞ്ഞു വരും. വിച്ച് ഈസ് ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ടയർ നോയ്സ്, വിച്ച് പ്രോബബ്ലി 5 years or 8 years ബാക്ക് ഒന്നും ടയർ നോയ്സ് എന്താണെന്ന് അറിയില്ല. എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ടയർ ശബ്ദം ഉണ്ടാക്കുമെന്ന്. ടയർ ഡസ് മേക്ക് നോയ്സ്. ആൻഡ് ആ നോയ്സ് അന്ന് കാലത്തും അംബാസിഡറും ഫിയേറ്റും ഉണ്ടായിരുന്ന കാലത്തൊന്നും ദ എൻജിൻ നോയ്സ് യൂസ് ടു ബി സോ ലൗഡ്, ദ ടയർ നോയ്സ് വാസ് നോട്ട് ഓഡിബിൾ. ഇതിൻ്റെ മേജർ സംഭവങ്ങളൊന്നും ഇ വി കാറുകൾ ഇ വിയിലൊക്കെ പെട്ടെന്ന് അറിയും. ഇ വി പോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ സോ കോൾഡ് ഹൈബ്രിഡ് കാർസ്, നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് കാർസിൻ്റെ ഇതെല്ലാം ഇപ്പോഴത്തെ കമ്പസ്റ്റൻ എഞ്ചിൻ കാർസ്, പെട്രോൾ ഡീസൽ എഞ്ചിൻ കാർസ് ആയാലും ഇറ്റ് ഇസ് നോട്ട് ആസ് ലൗഡ് ആസ് ഈ കാര്യങ്ങളൊക്കെ ഓഡിബിൾ ആയി തുടങ്ങി. അപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ, ഒരു ബെയറിംഗ് പോലുള്ള ഒരു മൂന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം, ഇറ്റ് ഇസ് വെരി ഇറിറ്റേറ്റിംഗ് ഫോർ മെനി. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ്, എനിക്ക് പ്രൈസ് കുഴപ്പമില്ല, പക്ഷേ ഗീവ് മി എ ടയർ വിച്ച് ഇസ് ലീസ്റ്റ് നോയ്സ് മേക്കിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടയർ വാങ്ങിക്കുമ്പോൾ നോക്കേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഷോർട്ടസ്റ്റ് സ്പീക്കിംഗ് ഡിസ്റ്റൻസ്, പ്രൈസ് ഈസ് എ ഫാക്ടർ, ടയർ നോയ്സ് ഈസ് എ ഫാക്ടർ, ഡ്യൂറബിലിറ്റി ഈസ് എ ഫാക്ടർ, വാറണ്ടി ടേംസ് ആർ എ ഫാക്ടേഴ്സ്. വാറണ്ടി ടേംസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ടയർ ഈസ് മെയ്ഡ് ഓഫ് റബ്ബർ, കല്ലടിച്ച്. വാറണ്ടി ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടയർ എടുത്താൽ നമുക്ക് 1 year അല്ലേ വാറണ്ടി കിട്ടുന്നത്, 2 years ഡിപ്പെൻസ് ഓൺ ദ മാനുഫാക്ചർ. എന്തൊക്കെയാണ് അതിനകത്ത് കിട്ടുന്നത്? ടയർ റീപ്ലേസ് ചെയ്ത് കിട്ടുമെന്നല്ലേ ഉള്ളത്? അതെ ഞാൻ പറഞ്ഞു വരുന്നത്. വാറണ്ടി ടേംസ് എന്ന് പറയുമ്പോൾ എല്ലാ മാനുഫാക്ചേഴ്സും 5 years മാനുഫാക്ചറിങ് ഡിഫക്ട്സിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 5 years അഗെയിൻസ്റ്റ് പക്ഷേ ടോപ്പ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള മിഷ്ലിൻ, കോണ്ടിനെൻ്റൽ, പിറലി, യോക്കോമ, ബ്രിസ്റ്റോൺ, ഞാൻ എൻ്റെ ഒരു 30 years ഓഫ് എൻ്റെ മാർക്കറ്റ് എക്സ്പീരിയൻസ്, ഐ ഹാവൻ സീൻ എ ടയർ വിത്ത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇൻ ദീസ് ബ്രാൻഡ്സ്. കാരണം ആ ബ്രാൻഡുകളുടെ ഒക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ വി പേ ദറ്റ് എക്സ്ട്രാ ഫോർ ദോസ് ബ്രാൻഡ്സ് ആ ഐ ഹാവൻ സീൻ സീരിയസ്ലി. പിന്നെ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിൻ്റെ പുറത്തൊക്കെ 1-2 ടയറൊക്കെ നമ്മൾ കൊടുത്തു കാണും ആസ് എ ക്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റ്സും കണക്ഷൻസിൻ്റെ പുറത്ത്. ബട്ട് ഐ ഹാവൻ സീൻ എ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ള ഒരു ടയർ ഈ ബ്രാൻഡുകളിൽ ഞാൻ കണ്ടിട്ടില്ല. ക്വാളിറ്റി അഷ്വറൻസ് അത്രയ്ക്ക് ഒന്ന് ക്വാളിറ്റി എന്നുള്ള കാര്യം, 2 അവരുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെക്ക് ഇസ് സോ ഗുഡ് that anything goes wrong it is scrapped. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്തായിരുന്നു, which is about one Indian company. I don't want to name the company, not because of any legal issues, but because എനിക്ക് സമയമില്ല അതിൻ്റെ പുറകെ പോകാനായിട്ട്. One Indian company, it is very famous Indian company. What they do is ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ചെക്കിൻ്റെ സമയത്ത് കിട്ടുന്ന ടയറുകളില്ലേ, റിജക്റ്റഡ് ടയർസ്, അതായത് നമ്മുടെ ഷർട്ടിൻ്റെയും ബനിയൻ്റെയും അണ്ടർവെയറിൻ്റെയും കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്നത് ഫാക്ടറി റിജക്ഷൻ എന്ന് പറഞ്ഞാൽ, അത് വില കുറച്ചിട്ട് ഡീലർമാർക്ക് വരും by removing their brand name മാറ്റിയിട്ട്, which is very unethical. പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആ ടയർ മേടിക്കുന്ന ആൾ ഇല്ലേ, അയാൾ ഇത് അറിഞ്ഞുകൊണ്ട് മേടിക്കുന്നത്, ബിക്കോസ് ബ്രാൻഡ് നെയിം ഈസ് റിമൂവ്ഡ്. സോ പ്രോബ്ലി ദ ഡീലർ വുഡ് ഹാവ് ടോൾഡ് ദാറ്റ് പേഴ്സൺ ഇത്. പക്ഷെ അപ്പുറത്ത് വേറൊരുത്തൻ വളരെ സേഫായിട്ടുള്ള മിഷ്ലിനും കോണ്ടിനെൻ്റലൊക്കെ ഇട്ടിട്ട് പോകണ്ടാവും റോട്ടിൽ കൂടെ, അവൻ്റെ നെഞ്ചത്തൊട്ട് പിന്നെ ഇതും വെച്ച് കൊണ്ട് കയറും. And they don't have to do it. But normally good companies what they do is, അവർ ഇതിൻ്റെ ബീഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, നമ്മുടെ റിമ്മിനോടും ടയറിനോടും കൂടെ ഫിക്സ് ആവുന്ന ഭാഗമില്ല, ആ ഭാഗം കട്ട് ചെയ്ത് കളയും. വൺസ് യു കട്ട് ദാറ്റ് പാർട്ട് ഓഫ് ദ ടയർ, പിന്നെ നമുക്ക് ആ ടയർ യൂസ് ചെയ്യാൻ ലൈഫിൽ പറ്റില്ല. ദാറ്റ് ഈസ് ഐഡിയലി ദ വേ ഇറ്റ് ഷുഡ് ബി. ദിസ് കമ്പനി മേക്സ് മണി ഔട്ട് ഓഫ് ദിസ് ബൈ സെല്ലിങ്, ഗിവിങ് ഇറ്റ് ഇസ് എൻ ഇൻസെൻറ്റീവ് ടു ദ ഡീലർ ടു മേക്ക് മണി. ആരെങ്കിലും ചെയ്യുമോ അതൊക്കെ? അപ്പോൾ ദാറ്റ് ഇസ് വൺ തിങ് ഐ ഡോണ്ട് ലൈക്ക് അബൌട്ട് ഇന്ത്യൻ ചെയ്യുന്നതിന് പകരം അത് ഇൻസെൻറ്റീവായിട്ട് കൊടുക്കും. ബിക്കോസ് ഡീലേഴ്സ് മേക്ക് 100% 200% മാർജിൻ ബൈ സെല്ലിങ് ദീസ് ടയർസ്. അപ്പോൾ അതൊരു ഭയങ്കര അൺഎത്തിക്കൽ പ്രാക്ടീസാണ്. ദാറ്റ് ഇസ് വൈ ഐ റെസ്പെക്ട് മിഷ്ലിൻ, ദാറ്റ്സ് റെസ്പെക്ട് കോണ്ടിനെൻ്റൽ, ദാറ്റ്സ് ഐ റെസ്പെക്ട് ബ്രിസ്റ്റോൺ. പക്ഷേ ഇന്ത്യൻ കമ്പനീസ് ലോങ് വേ ടു ഗോ ഫോർ ദ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ടു ഹാവ് ഒരു ക്വാളിറ്റി ടു ബി കമ്പയർഡ് വിത്ത് ദി ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ്. നമ്മൾ ടോപ്പ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടോപ്പ് ടയേഴ്സ് എടുക്കുകയാണെങ്കിൽ, ഇൻ ടോപ്പ് 30 നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും വരുന്നുണ്ട്. MRF ആണെങ്കിലും അപ്പോളോ ആണെങ്കിലും സിയാട്ട് ആണെങ്കിലും, ബൈ റവന്യൂ വൈസ് ആൻഡ് സെയിൽസ് വൈസ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം മൈ ഡിസ്കഷൻസ് ആർ മോസ്റ്റ്ലി റിവോൾവ്സ് അറൗണ്ട് പാസഞ്ചർ കാർസ്. When I say tires, I mean so far whatever I discussed, alignment, balancing, rotation, tire change, ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് it is on in and around passenger car as the segment. അപ്പം എവരെല്ലാം റവന്യൂ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ആ ഒരു സെഗ്മെൻറ്റിലാണ്. Now when it comes to you said top 30 ഇന്ത്യൻ കമ്പനീസ് ഉണ്ട്. ടോപ്പ് 30 പ്രോബ്ലി ഇന്ത്യൻ ടാറ്റയും ഉണ്ടാവും, ഓട്ടോ വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ഇൻ ദ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ. ബിക്കോസ് ഇന്ത്യ ബൈ ദ ഷിയർ സൈസ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ആൾക്കാർ വാങ്ങിക്കുന്ന ടയറും എല്ലാം കൂടുതലായിരിക്കും അല്ലേ. എന്തെടുത്താലും ഇന്ത്യൻ പ്രൊഡക്ട്സ് തന്നെ ഭയങ്കര ഒരു ഇന്ത്യയിലത്തെ ഒരു ലീഡിംഗ് പ്രൊഡക്റ്റ് പിന്നെ അതുണ്ടാവും. അപ്പോൾ ടോപ്പ് 30 വരുന്നതിലുള്ള ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്.
ടോപ്പ് 10 ആരുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ടോപ്പ് 10 ആരുമില്ല. ഓക്കെ, സോ നൗ ദാറ്റ്സ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 14. ഇറ്റ്സ് ടോപ്പ് 10 ആരുമില്ല. ആൻഡ് ദ ടോപ്പ് 10 വേറൊരു സംഭവമുണ്ട്. ഈ കൊമേഴ്ഷ്യൽ സെഗ്മെൻ്റ് ഉണ്ട് വേർ യു ഹാവ് ടു മൂവ് ഫ്രം പോയിൻ്റ് എ ടു പോയിൻ്റ് ബി എന്നുള്ളതാണ് ഒരു ട്രക്കിൻ്റെ ആവശ്യം. ട്രക്കിൻ്റെ ടയറിൽ പെർഫോമൻസ് ഫീച്ചേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ടയർ നോയ്സിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിംഗ് ദോ ഇമ്പോർട്ടൻറ്റ്, പക്ഷേ പാസഞ്ചർ കാർ പോലെ അത്ര സീരിയസ് ബ്രേക്കിംഗ് ഇഷ്യൂസ് വരുന്നില്ല. ബിക്കോസ് ദ സ്പീഡ്സ് ആർ ലിമിറ്റഡ്. 80-100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകും. അവിടെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ് ദ മേജർ ഫാക്ടർ. ഈ ഹൈ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടാക്കാനുള്ള ടയർ ഉണ്ടാക്കാൻ വലിയ ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല. വേണം, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ആവശ്യമില്ല. പക്ഷേ കമ്പയർ ടു ദ ടെക്നോളജി ഈസ് ഓൺ ഈ പാസഞ്ചർ കാറിൽ ഹൈ സ്പീഡ് ബ്രേക്കിംഗ്, ഹൈ സ്പീഡ് കോർണറിങ്, ടയർ നോയ്സ്, പെർഫോമൻസ്, ഈ വക ഫാക്ടേഴ്സിലോട്ടാണ് നമുക്ക് ടെക്നോളജിയുടെ വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യുക. സോ ഇൻ ട്രക്ക് ദർ ഇസ് നോ മേജർ ഡിഫറൻസ്. പോയിൻ്റ് എ ടു പോയിൻ്റ് ബി 10 ടൺ കൊണ്ടുപോകണമെങ്കിൽ പ്രോബബ്ലി MRF or Apollo JK or C8 would do the same job as Michelin does. അവിടെ വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. Michelin would save fuel. Michelin truck tires or Continental truck tires would give you an extra fuel, less fuel consumption. അത് സത്യമാണത്. മിഷ്ലിൻ ഇട്ട് പോകുന്ന ഒരു ട്രക്കും അല്ലെങ്കിൽ കോണ്ടിനെൻ്റ് പോകുന്ന ട്രക്കും വേഴ്സസ് എനി ഓഫ് ദിസ് ഇന്ത്യൻ ട്രാൻസിറ്റ് പോകുന്ന ട്രക്കും, ഇഫ് ദേ ഡു എ ലോങ് ഡിസ്റ്റൻസ് ബോംബെ കൊച്ചിൻ, സേവ് എ ലോട്ട് ഓഫ് മണി. പക്ഷേ ഇത് ആൾക്കാരിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലോട്ട് വരുമ്പോൾ മണി മാറ്റേഴ്സ്. ആൻഡ് ഈ ഇതുപോലത്തെ എന്നെപ്പോലത്തെ ആൾക്കാരും അല്ല, ഞാൻ അത് കാര്യമായിട്ട് പറയാം, അത് ഇറ്റ്സ് നോട്ട് ഈസി. ഇവിടെ വരുന്ന ഇവിടുത്തെ ട്രക്കിൽ കമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ കൂടുതലും വർക്ക്ഷോപ്പ് ഇൻചാർജ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരായിരിക്കും നമ്മൾ കോൺടാക്ട്. അവിടെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി മാറുന്നുണ്ട്. ലോകത്ത് എല്ലായിടത്തും മാറി, പക്ഷേ ഇന്ത്യ മാറുമ്പം അവിടെയും ഈ പറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡ്സ് മാറി. ഈ ലോകത്ത് എല്ലാ കൺട്രികളിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചില്ല. എല്ലായിടത്തും ഓരോരോ ബ്രാൻഡുകളുണ്ട്. മലേഷ്യയിലും മറ്റേ ചൈനയിലും അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ മൾട്ടിനാഷണൽസ് പോയി കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് വരാൻ സമയമെടുക്കുമല്ലോ. സോ ഇറ്റ് വിൽ ടേക്ക്. ഇന്ത്യയിലും മാറും.